ഞാൻ പലപ്പോഴും പലരുടെയും മാർക്കറ്റിംഗ് വീഡിയോകളിലും ബ്രോഷേഴ്സിലൊക്കെ കണ്ടിരുന്നു. ഇന്ത്യൻ അധ്യാപകരുടെ കീഴിൽ പഠിക്കാം, ഇന്ത്യൻ അധ്യാപകർ പഠിപ്പിക്കുന്ന കോളേജാണ് അവരുടെ കീഴിൽ പഠനം എന്നൊക്കെ. ഈ പറഞ്ഞാൽ ഒന്നുകിൽ അവിടെ പഠിപ്പിക്കുന്ന ഇന്ത്യൻ അധ്യാപകരെ അവർ നിയമിച്ചിട്ടുള്ളത് ഒന്നുകിൽ ഈ പറയുന്ന മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ആ കോളേജിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരിക്കാം. അതല്ലെങ്കിൽ പക്ഷം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഈ പഠിപ്പിക്കുന്ന പല അധ്യാപകരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് MBBS പഠനം കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. ഒന്നുകിൽ ഒരുപക്ഷെ അവർ ഇന്ത്യയിൽ FMG എക്സാം പാസ്സാവാത്തവരുണ്ടാവും, അല്ലെങ്കിൽ FMG പാസ്സായതിനു ശേഷം നാട്ടിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാറും അവിടെ വന്ന് ജോലി ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ ഒരു ഡോക്ടർക്ക് സാലറി കിട്ടുന്ന ആ ഒരു വരുമാനത്തിൻ്റെ പകുതി ആകില്ല വിദേശ യൂണിവേഴ്സിറ്റികളിൽ വിദേശത്ത് വർക്ക് ചെയ്യുമ്പോൾ പോലും ഒരു ഡോക്ടറിന് കിട്ടുന്നത്. ആ രാജ്യത്ത് പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ അധ്യാപകരാണെങ്കിൽ ഇവരൊക്കെ പഠിച്ച സിസ്റ്റം സെയിം ആണ്. പിന്നെ അവിടെ എന്തെങ്കിലും അവർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നതിന് ഇന്ത്യയിലെ പോലെ ക്ലിനിക് സിസ്റ്റം അവിടെ ഉണ്ടാവണം. ഓക്കെ, അത്തരത്തിൽ ക്ലിനിക് സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ അധ്യാപകർക്ക് അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ഓക്കെ. അതല്ലാതെ അവിടുത്തെ ക്ലിനിക്കൽ സിസ്റ്റത്തിൽ അവിടുത്തെ ലോക്കൽസ് ആണെങ്കിലും ഇന്ത്യൻ അധ്യാപകരാണെങ്കിലും പഠിപ്പിക്കുന്ന സെയിം സിസ്റ്റം തന്നെയാണ്.